നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പ്രതിഷേധം അണപൊട്ടിയൊഴുകി. മുള്ളരിങ്ങാട് യുവാവ് കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുള്ളരിങ്ങാട് പ്രതിഷേധ ജനകീയ സംഗമം നടന്നു. ചെറുതോണിയിൽ പുതിയതായി നിർമ്മാണം പൂർത്തിയാക്കിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം 31-ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കുമെന്ന് BJP നേതാക്കൾ ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട അമർ ഇബ്രാഹിമിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് PJ ജോസഫ് MLA. മണക്കാട് കിഴക്കുംഭാഗം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാംദേവ് PR ക്ലാസ് നയിച്ചു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ ഇഞ്ചപ്പതാൽ മുതിരപ്പുഴ കാക്കാസിറ്റി പൊന്മുടി റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള തുക ജില്ലാ പഞ്ചായത്ത് കണ്ടെത്തണമെന്ന് ജില്ലാ കളക്ടർ V. വിഘ്നേഷ് T. IAS നിർദ്ദേശിച്ചു. വാർത്തകൾ വിശദമായി. പ്രതിഷേധം അണപൊട്ടിയൊഴുകി. മുള്ളരിങ്ങാട് യുവാവ് കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുള്ളരിങ്ങാട് പ്രതിഷേധ ജനകീയ സംഗമം നടന്നു. മരണപ്പെട്ട പാലിയത്ത് അമർ ഇലാഹിയുടെ ഖബറടക്കത്തിനു ശേഷം മുള്ളരിങ്ങാട് ബദരിയ ജുമാ മസ്ജിദിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി മുള്ളരിങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ എത്തി. 5000-ലേറെ ജനാവലി പങ്കെടുത്ത യോഗം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. മുള്ളരിങ്ങാട് യുവാവ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുള്ളരിങ്ങാട് പ്രതിഷേധ ജനകീയ സംഗമം നടന്നു. മരണപ്പെട്ട പാലിയത്ത് അമർ ഇലാഹിയുടെ ഖബറടക്കത്തിന് ശേഷം മുള്ളരിങ്ങാട് ബദരിയ ജുമാ മസ്ജിദിന് മുൻപിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി മുള്ളരിങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിലെത്തി. 5000-ലേറെ ജനാവലി പങ്കെടുത്ത യോഗം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതൊരു താക്കീതായി നിങ്ങൾ കരുതണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയല്ല. വലിയ വിപ്ലവമായി ഇത് മാറും. ഇതുപോലെ ഒരു സാഹചര്യം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഏതാനും കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി മരണപ്പെട്ടത്. അതിനും ഏതാനും കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് പ്രിയപ്പെട്ട സഹോദരൻ എൽദോസ് മരണപ്പെട്ടത്. ഇപ്പൊ നാളുകൾ മാത്രം കഴിഞ്ഞിട്ടേ ഉള്ളൂ മുള്ളരിങ്ങാട്ട് ഈ പ്രശ്നമുണ്ടായി. എന്താണ് പരിഹാരം? പരിഹാരം ഉണ്ടാക്കേണ്ടവർ കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു സ്ഥിതിയാണെങ്കിൽ ഈ ജനകീയ പ്രക്ഷോഭം ആർക്കും തടുക്കാൻ കഴിയാത്ത വിധത്തിൽ പലർക്കും ഉറക്കം കെടുത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതിൽ സംശയമില്ല. ഇത് താക്കീതായി നിങ്ങൾ കരുതണം. മണ്ണപ്പുറം പഞ്ചായത്ത് അംഗം ജിജോ ജോസഫ് കൊച്ചുകുന്നേൽ അധ്യക്ഷനായി. MLA-മാരായി PJ ജോസഫ്, മാത്യു കുഴൽനാടൻ, ആന്റണി ജോൺ, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് ഷാജി മുഹമ്മദ് CPM, മാത്യു വർഗീസ് CPA, ബേബി വട്ടക്കുന്നിൽ കോൺഗ്രസ്, P. ശ്യാംരാജ് BJP, TM സലീം മുസ്ലിം ലീഗ്, ജോമോൻ പൊടിപ്പാറ കേരള കോൺഗ്രസ് M, മതനേതാക്കളായ ഷറഫുദ്ദീൻ ഫൈസി, ഫാദർ തമ്പി മാറാടി, ഫാദർ ജേക്കബ് വട്ടപ്പള്ളിൽ എന്നിവർ സംസാരിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഉറക്കമുള്ളത്തിരിക്കേണ്ട ഒരു സ്ഥിതിയാണ്. ഇതിന് ശാശ്വത പരിഹാരമുണ്ടാകും. അടിയന്തരമായി ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആന വരാതിരിക്കത്തക്കവണ്ണ ഫെൻസിങ് വേണം. ഫെൻസിങ്ങും ട്രെഞ്ചും തീർക്കണം. അത് നടപടി അടിയന്തരമായിട്ടുണ്ടാകണം. ഇതാണ് ഞങ്ങൾക്കെല്ലാം പറയാനുള്ളത്. ഇത് പണികൾ അടിയന്തരമായി തുടങ്ങണം. ഒട്ടും താമസിക്കാൻ പാടില്ല. ബോധം കൊണ്ട് തുടങ്ങിയപ്പോൾ അതുപോലെ തന്നെ ഫെൻസിങ്ങും വേണം, ട്രെഞ്ചും കുഴിക്കണം. കഴിഞ്ഞ 10-20 വർഷത്തോളമായിട്ട് മുള്ളരിങ്ങാട് മേഖലകളിൽ ഞങ്ങൾ ഓരോരുത്തരും താമസിക്കുന്നവരാണ്. ഈ മുള്ളരിങ്ങാടിലുള്ള ഒരാളും വനത്തിൽ കയറി വനത്തിലെ വന്യജീവികളെ ആക്രമിക്കുന്നവരല്ല. ഈ മുള്ളരിങ്ങാട്ടെ ഒരാളും വനത്തിൽ കയറി വനത്തിലെ മരങ്ങൾ വെട്ടിമുറിക്കുന്നവരല്ല. ഈ മുള്ളരിങ്ങാട്ടെ ഒരാളും വന്യജീവികൾക്കോ വനത്തിനോ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവണമെന്ന്
ഒന്നും മനസ്സാവാച സമ്മതിക്കുന്നവരോ അംഗീകരിക്കുന്നവരോ പ്രവർത്തിക്കുന്നവരോ അല്ല. അതുകൊണ്ട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ലീവെടുത്ത് തമിഴ്നാട്ടിൽ പോയിരിക്കുന്ന IAS കളക്ടറും ഉണ്ടല്ലോ, നിങ്ങളെല്ലാവരും നന്നായി കേട്ടോണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുള്ളരിങ്ങാട്ടിലെ നിവാസികളുടെ മനസ്സിൽ ഇപ്പോൾ ഇവിടെ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ആ ദേഷ്യമൊന്ന് പൊട്ടിയൊലിച്ചാലുണ്ടല്ലോ, ആ ദേഷ്യമൊന്ന് പൊട്ടിയൊലിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷീൽഡ് കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ലാത്തി കൊണ്ടും തടയാൻ തയ്യാറാവാത്ത രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. 5 പഞ്ചായത്തുകളിൽ ഏറെയും കുറഞ്ഞും ഈ വന്യമൃഗശല്യം നിലനിൽക്കുകയാണ്. ഇവിടെ തൊടുപുഴയിൽ പരിശോധിക്കുമ്പോൾ വണ്ണപ്പുറത്ത് ഇപ്പോൾ ഇന്നലെ ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് കേരളത്തിൽ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന 30 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ഒരു വലിയ ജീവിത പ്രശ്നമാണ്. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് നമുക്കറിയാം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തേണ്ട ഒരു ഇടപെടലാണ്. പാർലമെൻറ്റ് അംഗം മുതൽ പഞ്ചായത്ത് മെമ്പർ വരെയുള്ളവർ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു വേള കൂടിയാണ്. നമുക്കറിയാം കുറേയേറെ കാര്യങ്ങൾ ഈ സമീപ പഞ്ചായത്തുകളിൽ കവളനാടടക്കം നമുക്ക് ഇതിനോടകം തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്നാൽ അത് ആ ഒരു പ്രവൃത്തി കൊണ്ട് ഇതിൻ്റെ ഒരു ശാശ്വതമായ പരിഹാരമല്ല എന്ന് നമുക്കെല്ലാവർക്കും നല്ല ബോധ്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്കറിയാം, ഇവിടെ വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. വന്യമൃഗങ്ങൾ മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത നിലയിൽ ഇതുവരെ കാണാത്ത പ്രദേശങ്ങളിലേക്ക് കൂടുതലായി കടന്നു വരികയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ചെറുതോണിയിൽ പുതിയതായി നിർമ്മാണം പൂർത്തിയാക്കിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഡിസംബർ 31-ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കുമെന്ന് BJP നേതാക്കൾ ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെറുതോണി ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് തൊടുപുഴ പുളിയൻമല സ്റ്റേറ്റ് ഹൈവേ ചേർന്ന് 3 നിലകളിലുമായി 7069 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ആധുനിക സൗകര്യങ്ങളോടെയാണ് അരവിന്ദം എന്ന് പേര് നൽകിയിട്ടുള്ള BJP ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത്. ഡിസംബർ 31-ന് രാവിലെ 10 മണിക്ക് ഗൃഹപ്രവേശവും പാലുകാച്ചൽ ചടങ്ങും നടക്കും. തുടർന്ന് 10:30-ന് BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KS അജിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ കാര്യാലയം 31/12/2024 ബഹുമാന്യനായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. കഴിഞ്ഞ 80 മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ രൂപീകരണം മുതൽ ഇടുക്കിയിൽ പ്രവർത്തകരുടെ വലിയ അഭിലാഷമായിരുന്ന, സ്വപ്നമായിരുന്ന ജില്ലാ കമ്മിറ്റിക്ക് സ്വന്തമായിട്ടുള്ള ഒരു ആസ്ഥാനം, ആ ഒരു സ്വപ്നം ഇതോടുകൂടി പൂവണിയുകയാണ്. നിരവധിയായിട്ടുള്ള പ്രവർത്തകരുടെ വളരെ ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് 31-ാം തീയതി രാവിലെ 10 മണിക്ക് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മുഴുവൻ ആളുകളെയും ഈ ഉദ്ഘാടന വേളയിൽ എല്ലാവരെയും ഈ ഉദ്ഘാടന സഭയിലേക്ക് BJP ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ഹാർദമായ സ്വാഗതം അറിയിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. ഭാരതീയ ജനസംഘം മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി P. നാരായണൻ, BJP സംസ്ഥാന സെക്രട്ടറി രാജീവ് പ്രസാദ്, മേഖലാ പ്രസിഡന്റ് N. ഹരി, ഓഫീസ് നിർമ്മാണ കമ്മിറ്റി കൺവീനർ MB രാജഗോപാൽ, ദേശീയ സമിതി അംഗം PM വേലായുധൻ എന്നിവർ സംസാരിക്കും. ഇടുക്കി BJP ജില്ലാ ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് KS അജി, രതീഷ് വരകുമല, VN സുരേഷ് മീനത്തേരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അമർ ഇബ്രാഹിമിന്റെ കുടുംബത്തെ ചേർത്തുപിടിച്ച് PJ ജോസഫ് MLA മുള്ളരിങ്ങാട് അമയൽ തൊട്ടിയിലെ വീട്ടിലെത്തി കുടുംബങ്ങളെ ആശ്വസിപ്പിച്ചു. സാധ്യമായ എല്ലാ സഹായങ്ങളും തുടർന്നും കുടുംബത്തിന് ലഭ്യമാക്കുമെന്ന് MLA പറഞ്ഞു. അമർ ഇബ്രാഹിമിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് PJ ജോസഫ് MLA മുള്ളരിങ്ങാട് അമയൽ തൊട്ടിയിലെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ആന്റണി ജോൺ MLA, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സലീം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA, സണ്ണി കളപ്പുര, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റെജി, സലീം പടിഞ്ഞാറക്കര എന്നിവർ PJ ജോസഫ് MLAയെ അനുഗമിച്ചു. സാധ്യമായ എല്ലാ സഹായങ്ങളും തുടർന്നും കുടുംബത്തിന് ലഭ്യമാക്കുമെന്ന് MLA പറഞ്ഞു. കൂടാതെ ഫെൻസിംഗ്, ട്രെഞ്ച് എന്നിവ അടിയന്തരമായി പൂർത്തീകരിക്കുവാനും കൂടുതൽ RRT ടീമിനെ വിന്യസിക്കണമെന്നും ജനങ്ങളുടെ സുരക്ഷ വനസംരക്ഷണത്തിന്റെ ഭാഗമാണെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. മണക്കാട് കിഴക്കുംഭാഗം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാംദേവ് PR ക്ലാസ് നയിച്ചു.
കരയോഗം പ്രസിഡന്റ് KP ചന്ദ്രഹാസൻ അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ പങ്കെടുത്തു. മണക്കാട് കിഴക്കുംഭാഗം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് നിയമങ്ങൾ അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തിൽ കരയോഗ അംഗങ്ങൾക്ക് ട്രാഫിക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കരയോഗ പൊതുയോഗത്തോടനുബന്ധിച്ച് നടന്ന ബോധവൽക്കരണ പരിപാടിയിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാംദേവ് PR ക്ലാസ് നയിച്ചു. നമ്മൾ ഭാര്യയായാലും ഭർത്താവിനായാലും എന്ത് വഴക്കാണേലും ഒരു ഹെൽമെറ്റ് എടുത്ത് കൊടുത്ത് തീർക്കും മനസ്സിലായാലും. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ മാതൃകയായി കഴിയുമ്പോൾ നമ്മുടെ മക്കൾ ഇത് കാണും അല്ലെ. നമ്മൾ മക്കൾ ഇത് കണ്ടു കഴിയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും കൂടപ്പറപ്പുകളോ ഇല്ലെങ്കിൽ അച്ഛനോ അമ്മയോ പോയി കഴിയുമ്പോൾ മക്കൾ എന്ത് ചെയ്യും? നമുക്ക് തരും. 500 രൂപ ഫൈൻ മേടിച്ചിട്ടില്ല. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഇതിനുള്ള ഉദാഹരണങ്ങൾ എവിടെയൊക്കെ അവരുടെ പറഞ്ഞു തരാം. ജീവക്ഷമമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഹെൽമെറ്റ് വെക്കാതെ. പക്ഷെ അതൊന്നും വൺസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി പോലെ തന്നെയാണ്. കാരണം എന്താണ്? സൂക്ഷിക്കുകയില്ലെങ്കിൽ അതേപോലെ തന്നെയാണ് വാഹനം, ചലിക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിക്കുകയില്ലെങ്കിൽ മരണകാരകമാണ്. മരിക്കുക അല്ലെങ്കിൽ മരണതുല്യമായിട്ട് നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഫ്രാക്ചർ ഉണ്ടായാൽ മതി അല്ലെ, എത്ര മാസം പോയി ഉണ്ടല്ലേ. കാലിനൊരു പൊട്ടലുണ്ടായി, ചെറുവിരലുകളുടെ പൊട്ടലുണ്ടായാൽ മതി, എത്ര മാസം പോകുന്നു. അപ്പൊ അപകടം അല്ലെങ്കിൽ ഒരു ലിഗമെന്റ് ഒന്ന് സ്ട്രെച്ച് ആയാൽ മതി, എത്ര മാസം പോകുന്നതാണ്. ചെറുവിരലൊന്ന് വണ്ടി പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്നും അറിയാൻ മതി, തട്ടിയിട്ട് ഫ്രണ്ടിലോട്ട് തട്ടിയിട്ട് എത്ര മാസം പോകും. നമ്മുടെ ഒരു സ്വസ്ഥമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഗതിയെ മാറ്റിമറിക്കാൻ കരയോഗം പ്രസിഡന്റ് KP ചന്ദ്രഹാസൻ അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി VN ചന്ദ്രശേഖരൻ നായർ, വനിതാ സമാജം പ്രസിഡന്റ് സരോജിനി അമ്മ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ കരയോഗം വനിതാ സ്വാശ്രയ സംഘം പ്രവർത്തകരും ബാലസംഘം പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറം പഞ്ചായത്തിൽ UDF, LDF, BJP പാർട്ടികൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. അവശ്യ സേവനങ്ങൾ ഒഴികെ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ദീർഘദൂര സർവീസുകൾ ഒഴിച്ച് പൊതുഗതാഗത സേവനങ്ങളും ഓട്ടോ, ജീപ്പ്, ടാക്സി സേവനങ്ങളും ഹർത്താലിന്റെ ഭാഗമായി. മേഖലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവധി പ്രഖ്യാപിച്ചിരുന്നു. വണ്ണപ്പുറത്തിന് പുറമെ പൈങ്ങോട്ടൂർ പഞ്ചായത്തിലും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. കരിമണ്ണൂർ കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ കളർ ബെൽറ്റ് ഗ്രേഡിംഗ് നടത്തി. 210ഓളം കുട്ടികൾ പങ്കെടുത്തു. കരിമണ്ണൂർ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ വിഷ്ണുകുമാർ, തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിലെ പ്രൊഫസർ ഡോക്ടർ റോബിൻ ജോർജ്, തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് യോഗ അധ്യാപിക ശ്രീവിദ്യ രാധാകൃഷ്ണൻ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കുകയും കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. കരിമണ്ണൂർ കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ കളർ ബെൽറ്റ് ഗ്രേഡിംഗ് നടത്തി. ടെസ്റ്റിന് 210ഓളം കുട്ടികൾ പങ്കെടുത്തു. കരിമണ്ണൂരിൽ മാസ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ വിഷ്ണുകുമാർ, തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിലെ പ്രൊഫസർ ഡോക്ടർ റോബിൻ ജോർജ്, തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് യോഗ അധ്യാപിക ശ്രീവിദ്യ രാധാകൃഷ്ണൻ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കുകയും കളർ ബെൽറ്റ് ടെസ്റ്റിൽ വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണവും ചെയ്തു. നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. എൻ്റെ നാട് കൊല്ലമാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. കണ്ടത് സിനിമയിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ കരോട്ടെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വീട്ടിൽ സമ്മതിക്കത്തില്ല. ഈ കരോട്ടയും കളരിയും ഒക്കെ പഠിച്ച ആൾക്കാരാണ് പിന്നീട് വില്ലന്മാരായിട്ട് മാറുന്നതെന്ന് പറയുന്നത്. അതിൻ്റെ ഗുണം ലഭിച്ചത് ഞാൻ പോലീസ് വന്നപ്പോഴാണ്. കുറച്ച് കരോട്ട കിട്ടിയിട്ടുണ്ട്, മാർഷൽ ആർട്സിൽ കുറച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല എനിക്ക് ഗുണം കിട്ടിയത്. കരോട്ടെ പഠിച്ച് ബ്ലാക്ക് ബെൽറ്റ് നേടിയ പോലീസ് ഉദ്യോഗസ്ഥർ എൻ്റെ കൂടെ അപ്പുറം ഇപ്പുറം ഇരിക്കുമ്പോൾ എനിക്കൊരു ധൈര്യമാണ്. കാക്കി കിട്ടുമെന്ന് പറഞ്ഞുള്ള ധൈര്യമല്ല, അവർ ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ. കരോട്ടെ പഠിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അപ്പുറം ഇപ്പുറം ഉണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു ധൈര്യമാണ്. അപ്പോൾ ഈ കുട്ടികളെ ഇവിടെ കരോട്ടെ പഠിപ്പിക്കാൻ മനസ്സ് കാണിച്ച അച്ഛനമ്മമാർക്ക് ഞാൻ പ്രത്യേകം
ഒന്നുകൂടെ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇവർക്ക് സമൂഹത്തിൽ ഒരു ധൈര്യം പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. Muhammad Sinan, Dia Elsa Matis, Stenia Anna Sheikh. Muhammad Farid Khan, Rohit P. Aziz, Asna Fatima, Reksha Ajit, Muhammad Ihsan Rautar, Dhyan Sunil, Sedu Shaji, Leonis Jimmy, Ashfaq Abdullah, Niranjana, Adil Muhammad, Dia Kijitjis, Vani Alice Suraj, Muhammad ഡിക്സൺ ബേബി, യദു രാജു, ഹിഷാം അനസ്, ജെറ്റ്ലി ജെയിംസ്, ജിൽസ് കെ ഫ്രാൻസിസ്, അജിത് അഗസ്റ്റിൻ, ദേവിക ബിജു, ജോത്സ്ന ജോൺസൺ, സാംസൺ ജോൺസൺ, ഖദീജ കബീർ എന്നിവർ നേതൃത്വം നൽകി. കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ ചീഫ് ഇൻസ്പെക്ടർ ഷിഹാൻ ബേബി എബ്രഹാം സ്വാഗതവും CN ദിവ്യ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ ഇഞ്ചപ്പതാൽ മുതിരപ്പുഴ കാക്കാസിറ്റി പൊന്മുടി റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള തുക ജില്ലാ പഞ്ചായത്ത് കണ്ടെത്തണമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS നിർദ്ദേശിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. 1.25 കിലോമീറ്റർ ഭാഗത്ത് 20 ലക്ഷം രൂപയ്ക്ക് പ്രവർത്തികൾ നടന്നുവരുന്നതായി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ ഇഞ്ചപ്പതാൽ മുതിരപ്പുഴ കാക്കാസിറ്റി പൊന്മുടി റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള തുക ജില്ലാ പഞ്ചായത്ത് കണ്ടെത്തണമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നിർദ്ദേശിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. 7 കിലോമീറ്റർ റോഡിൽ 5.25 കിലോമീറ്റർ ഭാഗത്താണ് അറ്റകുറ്റപ്പണികൾ ബാക്കിയുള്ളത്. 1.25 കിലോമീറ്റർ ഭാഗത്ത് 20 ലക്ഷം രൂപയ്ക്ക് പ്രവർത്തികൾ നടന്നുവരുന്നതായി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. 2018 പ്രളയത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരിൽ ലൈഫ് മിഷൻ പട്ടികയിൽപ്പെട്ട 527 പേർക്ക്
വഴി സൗകര്യവും കുടിവെള്ള ലഭ്യതയും ഉറപ്പുവരുത്താൻ തഹസീൽദാർക്ക് നിർദ്ദേശം നൽകിയതായി ADM അറിയിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് കളിസ്ഥലം ഒരുക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എസ്റ്റിമേറ്റ് സമർപ്പിച്ചതായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. വേനൽക്കാലത്ത് കടുത്ത ചൂടിൽ ഉടുമ്പൻചോല, ഇടുക്കി താലൂക്കുകളിലെ ഏലകൃഷി 70% നശിച്ച സാഹചര്യത്തിൽ കർഷകർക്ക് ധനസഹായമായി കേന്ദ്രവിഹിതം 78,53,208 രൂപ AIMS പോർട്ടലിൽ അംഗീകരിച്ചിട്ടുണ്ടെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന വികസന സമിതി യോഗത്തിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ദീപചന്ദ്രൻ, ഡെപ്യൂട്ടി കളക്ടർ അതുൽ എസ് നാഥ്, ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അഖില കേരള വിശ്വകർമ്മ മഹാസഭ മണക്കാട് ശാഖയുടെ തിരഞ്ഞെടുപ്പ് വാർഷിക പൊതുയോഗം നടത്തി. മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. തപസ്യ സംസ്ഥാന സമിതി അംഗവും ദേശീയ ഫിലിം സെൻസർ ബോർഡ് അംഗവുമായ VK ബിജു മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ശാഖയുടെ പുതിയ ഭാരവാഹികളായി സിന്ധു വിജയൻ പ്രസിഡന്റ്, ജയാരാമൻ സെക്രട്ടറി, പ്രസാദ് TP ട്രഷറർ ഉൾപ്പെടെ 15 അംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ മണക്കാട് ശാഖയുടെ തിരഞ്ഞെടുപ്പ് വാർഷിക പൊതുയോഗം താലൂക്ക് യൂണിയൻ സെക്രട്ടറി ബിനോജ് PR അധ്യക്ഷതയിൽ മണക്കാട് നരസിംഹസ്വാമി ക്ഷേത്രത്തിന് സമീപം ഐശ്വര്യ സേവാ ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിൽ മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. എന്നെ സൂചിപ്പിച്ചപ്പോൾ നിൽക്കുന്ന സംസ്ഥാനത്തെ പിന്നിൽ ഒരു എഞ്ചിനീയറാണ് പഞ്ചായത്ത്. അതുപോലെ നിരവധി എഞ്ചിനീയർമാർ നമുക്കുണ്ട്. 4 നിലക്കുള്ള 10 നിലക്കുള്ള ഫ്ലാറ്റുകളൊക്കെ പണിയാൻ കഴിയുന്ന വലിയ ഡിസൈൻ ചെയ്യുന്ന വലിയ നിർമ്മാണ രംഗത്ത് പ്രസിദ്ധരായ നിരവധി എഞ്ചിനീയർമാരുണ്ടാകും. പക്ഷെ അവർക്കൊന്നും കെട്ടിടം നിർമ്മിക്കാൻ കഴിയില്ല. അതാണ് അതിലെ ഒരു എഞ്ചിനീയറിംഗ് പണം വരയ്ക്കാൻ കമ്പനികളുണ്ടെങ്കിൽ ആർക്കും ഈ പറയുന്ന പോലെ ഏത് രീതിയിലും ഭാവനയിൽ നിർമ്മാണത്തിൻ്റെ രൂപം തയ്യാറാക്കാം. പക്ഷെ അത് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശകലനരായിട്ടുള്ള അതിൽ ശില്പികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കഴിയൂ. അത് ഈശ്വരൻ നൽകിയ ഒരു വലിയ വരദാനം അവർക്ക് വേണ്ടി അവർക്ക് നൽകിയിട്ടുള്ളതാണ്. തപസ്യ സംസ്ഥാന സമിതി അംഗവും ദേശീയ ഫിലിം സെൻസർ ബോർഡ് അംഗവുമായ VK ബിജു മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ബോർഡ് മെമ്പർ ഗിരീഷ് PS, കേരള വിശ്വകർമ്മ യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി ഡെറിൻ ദിവാകരൻ, വാർഡ് മെമ്പർ ഓമന ബാബു, യൂണിയൻ പ്രസിഡന്റ് വിനു KK, ട്രഷറർ സുനിൽ PK, കേരള വിശ്വകർമ്മ മഹിളാ സംഘം യൂണിയൻ പ്രസിഡന്റ് ഷീല ഗോപി, സെക്രട്ടറി വത്സ ദിവാകരൻ, KVYS യൂണിയൻ സെക്രട്ടറി പ്രദീപ് PP, KVBS യൂണിയൻ പ്രസിഡന്റ് അതുല്യ ബിജു, സെക്രട്ടറി അശ്വിനി വിനു എന്നിവർ പങ്കെടുത്തു. ശാഖയുടെ പുതിയ ഭാരവാഹികളായി സിന്ധു വിജയൻ പ്രസിഡന്റ്, ജയരാമൻ K സെക്രട്ടറി, പ്രസാദ് TP ട്രഷറർ ഉൾപ്പെടെ 15 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സ്വിസ് ചാരിറ്റി ലൈറ്റ് ഇൻ ലൈഫ് 10ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനോടകം വിവിധ സേവന പ്രവർത്തനങ്ങൾ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അടുത്ത 5 വർഷത്തേക്ക് നടപ്പിലാക്കുന്നതിനായി 1 ദശലക്ഷം സ്വിസ് ഫ്രാങ്കിന്റെ വിവിധ പദ്ധതികളാണ് സംഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെയും മഡഗാസ്കറിലെയും പാർശ്വവൽക്കരിക്കപ്പെട്ട എണ്ണമറ്റ ജനങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ട് സ്വിസ് ചാരിറ്റി ലൈറ്റ് ഇൻ ലൈഫ് 10ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അത് പ്രതീക്ഷയുടെയും അചഞ്ചലമായ പ്രതിബദ്ധതയുടെയും ദീർഘവീക്ഷണത്തിന്റെയും യാത്രയുടെ വിജയഗാഥയായി മാറുകയാണ്. സ്വിറ്റ്സർലൻഡിലെ 14 കുടുംബങ്ങൾ ചേർന്ന് 2013 രൂപീകരിച്ച ഈ സംഘടന 19 കുടുംബങ്ങളുടെ സമർപ്പിത കൂട്ടായ്മയായി ഇപ്പോൾ വളർന്നിരിക്കുന്നു. കൃത്യനിർവഹണത്തിനായി ചിലവുകളൊന്നും ഈടാക്കാത്തതിനാലും സ്വിറ്റ്സർലൻഡിൽ ഈ സംഘടന വഴിയുള്ള സംഭാവനകളെ നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതിനാലും ഓരോ സംഭാവനയും പൂർണ്ണമായും ആവശ്യമുള്ളവർക്ക് നേരിട്ട് എത്തിക്കാൻ കഴിയുന്നു എന്നതാണ് ഈ ചാരിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ലൈറ്റ് ഫോർ ചൈൽഡ് എന്ന പ്രത്യേക വിദ്യാഭ്യാസ സംരംഭത്തിന് കീഴിൽ സംഘടന ഇന്ത്യയിലെ 210 വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന വാർഷിക വിദ്യാഭ്യാസ സഹായം ഈ വർഷം മുതൽ മഡഗാസ്കറിലെ 100 വിദ്യാർത്ഥികളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയും ചെയ്തു. അടുത്ത 5 വർഷത്തേക്ക് നടപ്പിലാക്കുന്നതിനായി 1 ദശലക്ഷം സ്വിസ് ഫ്രാങ്കിന്റെ വിവിധ പദ്ധതികളാണ് സംഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. In the heart of Switzerland, a light shines bright. 10 years of hope, turning darkness into light. 19 families joined, hand in hand we stand, building dreams for the world, a united band. Light in life, our guiding star, spreading love, no matter how far. തൊടുപുഴ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനും കുടുംബ സംഗമവും നടത്തി. കരിങ്കുന്നം തോട്ടുങ്കൽ ഹിൽ ടോപ്പ് റിസോർട്ടിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ജോബ് K ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു.
കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി തൊടുപുഴയുടെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമായ തൊടുപുഴ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ സെലിബ്രേഷനും കുടുംബസംഗമവും നടത്തി. കരിങ്കുന്നം തോട്ടുങ്കൽ ഹിൽ ടോപ്പ് റിസോർട്ടിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ജോബ് കെ ജേക്കബ് ഉദ്ഘാടനവും ക്രിസ്മസ് സന്ദേശവും നൽകി. നമ്മുടെ ഒരു നെടുന്തൂണായി റോട്ടറിയുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു നെടുന്തൂണായി വർക്ക് ചെയ്ത ആൻസിൻ്റെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ഈ 40ഓളം പ്രൊജക്റ്റുകൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചത്. എനിക്ക് തോന്നുന്നു അതിൽ എല്ലാ പ്രൊജക്റ്റുകളും തന്നെ ഒരു മെഗാ പ്രൊജക്റ്റുകളായിട്ടാണ് നമ്മൾ സംഘടിപ്പിച്ചത്. കാരണം നമ്മുടെ മെഗാ മെഡിക്കൽ ക്യാമ്പാണെങ്കിലും ഏകദേശം 300ഓളം ആളുകൾ പങ്കെടുത്ത് മെഗാ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ പൂമാലയിൽ ആ ട്രൈബൽ ഏരിയയിൽ നമ്മൾ നടത്തി. അതുപോലെ നമ്മുടെ ഓണം സെലിബ്രേഷൻ വളരെ ഗ്രാൻഡ് ആയിരുന്നു. ഒത്തിരി ചാരിറ്റി പ്രൊജക്റ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് ഇലക്ട് റോണി തോമസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ബെന്നി ഇല്ലിമുട്ടിൽ റിപ്പോർട്ട് അവതരണം നടത്തി. ഫസ്റ്റ് ലേഡി ഡോക്ടർ പല്ലവി ജോബ്, ആൻസ് ചെയർപേഴ്സൺ അനിത ഇല്ലിമുട്ടിൽ, ഐശ്വര്യ ലക്ഷ്മി, ഡോക്ടർ പ്രമോദ്, മഞ്ജു റോണി എന്നിവർ ആശംസയും ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ജെറിൻ റോമിയോ കൃതജ്ഞതയും അറിയിച്ചു. തുടർന്ന് കേക്ക് കട്ടിംഗ് സെറമണി, നവദമ്പതികൾക്കുള്ള സമ്മാനദാനം, വിവിധ കലാപരിപാടികൾ എന്നിവ നടത്തി. എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ വന്നു ചേർന്നൊരു വനശലഭമേ, എന്റെ യമുനതൻ തീരങ്ങളിൽ, എന്റെ യമുനതൻ തീരങ്ങളിൽ അറിയാതെ കേഴുന്ന വേഴാമ്പലേ, എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ. തുടർന്ന് ക്ലബ് അംഗങ്ങൾ ഒരുക്കിയ ലൈവ് ക്രിസ്മസ് പുൽക്കൂട് ശ്രദ്ധേയമായി. രക്തരക്ഷസ് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രം. തൊടുപുഴയ്ക്ക് നാടകാസ്വാദനത്തിന്റെ പുത്തൻ വാതായനങ്ങൾ തുറന്ന എരീസ് കലാനിലയത്തിന്റെ രക്തരക്ഷസ് ചാപ്റ്റർ 1 ജനുവരി 5-ന് സമാപിക്കും. തൊടുപുഴ നൽകിയ സ്നേഹോഷ്മള സ്വീകരണത്തിന് നന്ദി പറയുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. നിരവധി പ്രേക്ഷകരാണ് കുടുംബസമേതം നാടകം ആസ്വദിക്കാൻ ഇപ്പോഴും എത്തിച്ചേരുന്നത്. തൊടുപുഴയ്ക്ക് നാടക ആസ്വാദനത്തിന്റെ പുത്തൻ വാതായനങ്ങൾ തുറന്ന എരീസ് കലാനിലയത്തിന്റെ രക്തരക്ഷസ് ചാപ്റ്റർ 1 ജനുവരി 5-ന് സമാപിക്കും. നിരവധി പ്രേക്ഷകരാണ് കുടുംബസമേതം നാടകം ആസ്വദിക്കാൻ ഇപ്പോഴും എത്തിച്ചേരുന്നത്. സിനിമയെ വെല്ലുന്ന ശബ്ദ ദൃശ്യമികവും VFX തോറ്റുപോകുന്ന ആർട്ട് വർക്കും പ്രേക്ഷകരിൽ വേറിട്ട കാഴ്ചാനുഭവം സമ്മാനിക്കുന്നു. ചില ദുർമന്ത്രവാദ കൊലപാതകങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന അത്തരം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഞാനൊരു പ്രോജക്ട് ചെയ്തു. അതിന്റെ ഭാഗമായി വിശദമായ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. നാം ഇപ്പോഴും ചില ദുർദേവതകളിൽ വിശ്വസിക്കുന്നു. ഇവിടെ നെറ്റ്വർക്കിന് ഇഷ്യൂസ് ഉണ്ട് സാർ. മൊബൈലിന് പ്രോപ്പർ കവറേജ് ഇല്ല. ഗൂഗിൾ മാപ്പ് എല്ലാം സ്റ്റക്കായി നിൽക്കുകയാണ് സാർ. ഇന്ത്യൻ നാടകവേദിയിലെ ഷോമാനായ കലാനിലയം കൃഷ്ണൻ നായർ 51 വർഷങ്ങൾക്ക് മുൻപ് അണിയിച്ചൊരുക്കിയ രക്തരക്ഷസ് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥിരം നാടകവേദിയായ എരീസ് കലാനിലയമാണ് പുതുതലമുറയ്ക്കായി പുത്തൻ സാങ്കേതിക മികവോടെ പുനരവതരിപ്പിക്കുന്നത്.
വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രേക്ഷകരെ പ്രതീക്ഷിക്കുന്നതിനൊപ്പം തൊടുപുഴ നൽകിയ സ്നേഹോഷ്മള സ്വീകരണത്തിന് നന്ദി പറയുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. വളരെയധികം സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇവിടെ നാടകം അവതരിപ്പിക്കുന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നാടകത്തിന് തന്ന അതേ സ്വീകരണം, ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി ആയിട്ട് നമുക്ക് വൻ സ്വീകരണമാണ് തൊടുപുഴയിലെ കലാസ്വാദകർ തന്നിരിക്കുന്നത്. തൊടുപുഴയിൽ നിന്ന് മാത്രമല്ല, വളരെ ദൂരത്തുനിന്ന് പോലും ആൾക്കാർ നാടകം കാണാൻ വന്നിട്ടുണ്ട്. അതുപോലെ പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാരും ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി പുതിയ തലമുറയിലുള്ള ആൾക്കാരും ഈ നാടകം കാണാൻ വന്നിട്ടുണ്ട്. അത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. കാരണം 51 വർഷം ആയിട്ട് അവതരിപ്പിച്ചുകൊണ്ട് വരുന്നൊരു നാടകമാണ്. വീണ്ടും അവതരിപ്പിച്ചപ്പോൾ വളരെയധികം പുതുമകളോടെയാണ് ഈ നാടകം ഇപ്പം ഞാൻ അവതരിപ്പിച്ചത്. നമ്മളിവിടെ കലാനിലയം, ഏരീസ് കലാനിലയം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു തെളിവാണ് ഈ പുതിയ തലമുറയിലെ കുട്ടികളുടെ പഴയ തലമുറ പോലെ തന്നെ കുട്ടികൾ വരുന്നത്. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പിന്നെ നമ്മൾ കലാനിലയത്തിൻ്റെ ഏരീസ് കലാനിലയം ആയതിനു ശേഷം ആദ്യമായിട്ടെടുത്ത നാടകമാണ് രക്തരക്ഷസ്. അത് 2 ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. ആദ്യത്തെ ചാപ്റ്റർ രക്തരക്ഷസ് ചാപ്റ്റർ 1 ആണ് ഇപ്പോൾ ഇവിടെ തൊടുപുഴയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി വീണ്ടും വർഷങ്ങൾക്ക് അടുത്ത വർഷം അവസാനത്തോടു കൂടി രക്തരക്ഷസ് ചാപ്റ്റർ 2 ആയിട്ട് കലാനിലയം ഇവിടെ എത്തുന്നതാണ്. അതിനോടൊപ്പം തന്നെ പഴയ കടമറ്റത്ത് കത്തനാർ, മറ്റുള്ള അലാവുദ്ദീനും അത്ഭുതവിളക്കും എന്നീ നാടകങ്ങളും ഞങ്ങൾ വീണ്ടും അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും പുതിയ തലമുറ ഉള്ള കുട്ടികൾ, അതുപോലെ പഴയ തലമുറയിലുള്ള ആൾക്കാർ ഇപ്പോൾ പണ്ട് ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. പുതിയ തലമുറയിലെ കുട്ടികളാണ് ഈ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. വളരെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത്. ഇതിനകത്ത് മെയിൻ ക്യാരക്ടറായിട്ട് ലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിരുന്ന കുട്ടി ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. എല്ലാം അതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് കൊടുക്കുന്നവരെല്ലാം വളരെ വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ പുതിയ തലമുറ, വിദ്യാഭ്യാസമുള്ള ഒരു തലമുറ വീണ്ടും നാടകത്തിലേക്ക് വരണം. അപ്പോൾ അങ്ങനെ വന്നാലേ ഈ നാടകം എന്ന് പറഞ്ഞ മീഡിയ വളരെ വലുതാവുകയുള്ളൂ. അപ്പോൾ ഏതായാലും ഏരീസ് കലാനിലയം തൊടുപുഴയിൽ ഏകദേശം 1 മാസക്കാലത്തോളമാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. അടുത്ത വരുന്ന ഞായറാഴ്ച, അതായത് ജനുവരി 5-ാം തീയതി തൊടുപുഴയിൽ നിന്ന് യാത്ര പറയുകയാണ്. വളരെ സന്തോഷം. ഞങ്ങൾക്ക് ഇത്രയും വലിയ സ്വീകരണം തന്നതിന് വളരെ 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 സന്തോഷം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. SH ഇടുക്കി നവജ്യോതി പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോസഫ് കൂനമ്പാറയിൽ SH തിരഞ്ഞെടുക്കപ്പെട്ടു. സിസ്റ്റർ ജെസി വടക്കേട്ട് SH, സിസ്റ്റർ ആനീസ് ഇലവൻകുന്നേൽ SH, സിസ്റ്റർ ജൂലി മുത്തനാട്ട് SH, സിസ്റ്റർ ട്രീസ മേരി കൊച്ചുപുരയ്ക്കൽ എന്നിവർ കൗൺസിലേഴ്സായും സിസ്റ്റർ എൽസീന ആലാനിക്കൽ SH പ്രൊവിൻഷ്യൽ ഓഡിറ്ററായും സിസ്റ്റർ നിർമ്മല വടക്കേപ്പറമ്പിൽ SH പ്രൊവിൻഷ്യൽ പ്രൊക്യൂറേറ്ററായും തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രതിഷേധം അണപൊട്ടിയൊഴുകി. മുള്ളരിങ്ങാട് യുവാവ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുള്ളരിങ്ങാട് പ്രതിഷേധ ജനകീയ സംഗമം നടന്നു. ചെറുതോണിയിൽ പുതിയതായി നിർമ്മാണം പൂർത്തിയാക്കിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം 31-ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കുമെന്ന് BJP നേതാക്കൾ ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമർ ഇബ്രാഹിമിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് PJ ജോസഫ് MLA. മണക്കാട് കിഴക്കുംഭാഗം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാംദേവ് PR ക്ലാസ് നയിച്ചു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ ഇഞ്ചപ്പതാൽ, മുതിരപ്പുഴ, കാക്കാസിറ്റി, പൊന്മുടി റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള തുക ജില്ലാ പഞ്ചായത്ത് കണ്ടെത്തണമെന്ന് ജില്ലാ കളക്ടർ B. വിഘ്നേഷ് D. IAS നിർദ്ദേശിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.